നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ സങ്കീർത്തനം നമുക്ക് വളരെ പരിചിതമാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്ന് ആരംഭിക്കുന്ന വചനം. നമുക്കറിയാം, ചില ആൾക്കാരുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും. അതുകൊണ്ട് ചില ആൾക്കാരെ അവഗണിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അവരോടൊപ്പം നടക്കാതെ, അവരോടൊപ്പം ഇരിക്കാതെ, അവരോടൊപ്പം സഹവാസം കൂടാതെ ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ കൗൺസിലിംഗ് ടോക്കിൽ നമ്മൾ കേൾക്കുവാനായി പോവുക. ഒന്നാമത് നാം ഒഴിവാക്കേണ്ടുന്ന ആൾക്കാരെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണ്. എന്തിനും ഏതിനും നെഗറ്റീവായി സംസാരിക്കുന്ന, എന്തിനേയും ഏതിനേയും നെഗറ്റീവായി കാണുന്ന ആളുകളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി ഒഴിവാക്കേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വിമർശകരാണ്. എന്തിനേയും ഏതിനേയും വിമർശിക്കും. അവർക്ക് നല്ലത് ഒന്നും കാണുവാൻ സാധിക്കില്ല. പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വിമർശനം നമുക്ക് തീർച്ചയായും സ്വീകരിക്കാൻ സാധിക്കും. ചിലർക്ക് പെട്ടെന്ന് വിമർശനം പറയാനായിട്ട് തോന്നും, നല്ല വിമർശനങ്ങളായിരിക്കും, അതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. എന്നാൽ നശിപ്പിക്കണം, ഇല്ലാതാക്കണം എന്ന ചിന്തയോടുകൂടിയുള്ള വിമർശനം, അങ്ങനെ വിമർശിക്കുന്ന ആളുകളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. അടുത്ത് പറയേണ്ടുന്ന ആൾക്കാരെന്ന് പറയുന്നത് സമയം പാഴാക്കുന്ന ആളുകളാണ്. നമ്മുടെ ജീവിതത്തിൽ മെനക്കെടുത്തുന്ന എന്ന് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ സാധാരണ ഭാഷയിൽ, സാമാന്യ ഭാഷയിൽ പറയുന്ന മെനക്കെടുത്തുന്ന അല്ലെങ്കിൽ സമയം പാഴാക്കുന്നവരെ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അസൂയാലുക്കളായിട്ടുള്ള ആളുകളാണ്. ആരോടും എന്തിനോടും അസൂയ, ആരുടെയും വളർച്ച അവർക്ക് കാണുവാൻ സാധിക്കില്ല, ആരുടെയും വളർച്ച അവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള ആൾക്കാരും ഈ ദുഷ്ടന്മാർ എന്ന് പറയുന്ന, ശരിക്കും ദുഷ്ടന്മാരെന്ന് പറയുന്ന വേദപുസ്തകത്തിലെ ചിന്ത വളരെ രസകരമാണ്. അത് അൺഗോഡ്ലി എന്നാണ് ആംഗലേയത്തിൽ എന്ന് പറയുക. ദൈവഭയം ഇല്ലാത്ത മനുഷ്യർ, ഇങ്ങനെയുള്ള മനുഷ്യർ അങ്ങനെയുള്ള മനുഷ്യരായിരിക്കും. അവരുടെ സഹവാസത്തിൽ നിന്ന് നമ്മൾ പരിപൂർണമായി മാറി നിൽക്കുക. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് വ്യക്തിമായി അഭിനയിക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയുള്ള ആളുകളാണെന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് കുറ്റം പറയുന്നത്? എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പരാജയങ്ങളാണ്, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കുഴപ്പമാണ്, എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കില്ല എന്ന് എപ്പോഴും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, വ്യക്തിമായി അഭിനയിക്കുന്ന ആളുകൾ, ഇരവാദം ഇരകളായിട്ട് അഭിനയിക്കുന്ന ആളുകൾ. പക്ഷേ ചില മനുഷ്യരുണ്ട്, അവരുടെ ജീവിതത്തിൽ ശരിക്കും ദുർഘടങ്ങളുണ്ടായിരിക്കും, പ്രശ്നങ്ങളുണ്ടായിരിക്കും, പ്രയാസങ്ങളുണ്ടായിരിക്കും, ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും, ജീവിതത്തിൽ രോഗങ്ങളും ദുരിതങ്ങളും വിട്ടൊഴിയാതെ പിന്തുടരുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കണം. പക്ഷേ വ്യക്തിമായി അഭിനയിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് നമ്മെ പരിഗണിക്കാത്ത ആളുകളാണ്. നമ്മെ വേണ്ടാത്തവർ നമുക്കും വേണ്ട എന്നതാണ് അതിൻ്റെ ശരിയായ രീതി. എന്തിനാണ് അങ്ങനെ പറയുന്നത്? സാധാരണയായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കാത്ത, നമ്മളോട് കൂടി ആയിരിക്കാത്ത ആളുകളെ വിട്ടുകളയണമെന്ന് പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് പോകുന്തോറും അവർ നമുക്ക് കൂടുതൽ വേദനയും പ്രയാസവും സമാധാനക്കേടുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവർ ഒരിക്കലും നമ്മളെ പരിഗണിക്കില്ല. അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ജീവിതത്തിൽ സ്വയകേന്ദ്രീകൃതമായിട്ടുള്ള, സെൽഫ് സെൻട്രിക് എന്ന് പറയും. അവരുടെ ശ്രദ്ധാ കേന്ദ്രം എല്ലാം അവർ തന്നെയാണ്. മറ്റുള്ള ആളുകൾ ഒന്നും അവരുടെ കണ്ണിന്, അവരുടെ കാഴ്ചയ്ക്ക് വിഷയീഭവിക്കില്ല. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. കാരണം അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെ കാണാൻ മനസ്സില്ല, നമ്മെ കാണാൻ സമയമില്ല. അങ്ങനെയുള്ള ആളുകളോട് സഹവാസം നമുക്ക് ആവശ്യവുമില്ല. ഏറ്റവും അവസാനത്തെ വിഭാഗം എന്ന് പറയുന്നത് നിങ്ങളെ നിരന്തരം നിരാശരാക്കുന്ന മനുഷ്യർ. നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയുണ്ടാക്കുന്ന, ഏത് കാര്യത്തിലും തടസ്സമുണ്ടാക്കുന്ന, നിരാശയുടെ വാക്കുകൾ പറയുന്ന മനുഷ്യരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്നത് ആവശ്യമാണ്. ഒന്നാമത്തെ സങ്കീർത്തനം പറയുന്നത് വെറുതെയല്ല, അതിനൊരു അർത്ഥമുണ്ട്, ചിന്തയുണ്ട്. ഈ കൗൺസിലിംഗ് ടോക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. വീണ്ടും മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.